ഇടവേളയ്ക്ക് പോകുമ്പോൾ എനിക്കൊരു ഒരു സംശയമുള്ളത്, ഇടത് സർക്കാർ പാലിയത്തുകാവിൽ ബാക്കിയുള്ള 19.9 ഏക്കർ സ്ഥലം റീസർവേ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലേ? എന്താണ് എന്നിട്ട് ചെയ്തത്? റീസർവേ ചെയ്തിട്ട് റീസർവേ ചെയ്യാൻ ആവശ്യപ്പെട്ട നോട്ടീസ് കൊടുത്തില്ലേ? അതിന്റെ നോട്ടീസ് ഞാൻ കണ്ടു. അങ്ങനെയല്ല. അത് ആ ഭൂമി അവർക്ക് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ മുനിസിപ്പൽ കോടതി വിധികളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സുപ്രീം കോടതിയിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞ അവരെ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ എന്നുള്ളതാണ്. അതിന്റെ കാരണം ആ സ്വകാര്യ വ്യക്തിക്ക് ആ സിവിൽ കേസിൽ ആ വ്യക്തിക്ക് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. മറിച്ച് അപ്പുറത്ത് മറ്റുള്ളവർക്ക് ഈ കുടുംബങ്ങൾക്ക് രേഖകളില്ല. രേഖകളില്ല എന്ന് പറഞ്ഞാൽ അവർ ഈ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കാലങ്ങളായി താമസിക്കുന്നു. ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റീസർവേ ചെയ്യുമ്പോൾ ഈ 2.5 ഏക്കർ ഭൂമിയാണോ ശങ്കരൻ നായരുടേതെന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. അതല്ലാതെ ഈ കേസ് ഓപ്പൺ ചെയ്യാൻ ഒരു വഴിയില്ല. കാര്യം ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. സർക്കാരിന് ഇടപെടാൻ പറ്റില്ലല്ലോ. സർക്കാരിന് ഇടപെടാൻ പറ്റില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. മാത്രമാണ് ഞാൻ കള്ളം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒറ്റ കാര്യമുള്ളൂ. എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചെയ്തു എന്ന് പറയുന്നത് ഈ സമരക്കാരെ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കാൻ വരുന്ന അഭിഭാഷകനെ തടയുക മാത്രമല്ല. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുക എന്ന് മാത്രമല്ല, അത് നടക്കില്ലാന്നേ. ആ ഭൂമി അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം കോടതി വിധികളിലൂടെ നമുക്ക് വ്യക്തമായതാണ്. അവർക്ക് വീട് പണിത് കൊടുക്കുക, അവരെ അവിടെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ് ഈ പറയുന്ന കാലത്തൊന്നും അവിടേക്ക് പ്രവേശിക്കായിരുന്ന പി രാജീവും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ആർ ബിന്ദു അടക്കം സമരത്തിന്റെ ഭാഗമായി ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ രാഷ്ട്രീയമാണ്. ഇല്ല, ഒരു മിനിറ്റ്. പോലീസ് ആക്ഷൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന വെള്ളം ചീറ്റലൊന്നും ഉണ്ടായിട്ടില്ല. ജലപീരങ്കി പോലീസ് അറസ്റ്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. നോക്കൂ, ഈ സമരം നടത്തിയവർ അറസ്റ്റ് ഉണ്ടായപ്പോൾ അവരെ രക്ഷിക്കാനൊന്നും ഈ പ്രതിനിധി പോയിട്ടില്ല. നോക്കൂ, ശ്രീനിജന്റെ ചുമതലയാണ് കാണുന്നത്. ശ്രീനിജനെ അവരെ ഇങ്ങനെ തടയലല്ല ശ്രീനിജന്റെ ചുമതല. അതിലപ്പുറം അല്ല, അത് മാത്രമല്ല ചുമതല. ഇവർക്ക് നോക്കൂ, പോലീസ് ആക്ഷൻ ഉണ്ടായി, അന്നും ഉണ്ടായി, ഇന്നും ഉണ്ടായി. എത്ര തവണ നോക്കൂ, എത്ര തവണ ആര് പറയുന്നു? CPM ഒരു മിനിറ്റ്. ഇപ്പോഴും അതാണ് പറഞ്ഞത്. ഇതുവരെ ഇല്ലാത്ത ഈ ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരം ഇല്ലല്ലോ പറയട്ടെ. പോലീസ് ഉണ്ടായിരുന്നു, അവിടെ സംഘർഷം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ജലപീരങ്കി ഉണ്ടായില്ല. അങ്ങ് ഈ പറയുന്ന സാങ്കേതികമായി പറയാതിരിക്കൂ. 14 തവണ ഒഴിപ്പിക്കാൻ വന്നപ്പോഴും ഞങ്ങളോട് തർക്കിക്കാനൊന്നും ഞാനില്ല. ഇപ്പോൾ പോലീസിന്റെ മർദ്ദനത്തിനിരയായതുപോലെ ഏതെങ്കിലും ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ഞാൻ വാർത്ത വായിക്കുമ്പോൾ പാരിയത്തുകാവിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവരെ ഒഴിപ്പിക്കാൻ വന്ന ഈ പറയുന്ന കമ്മീഷനുമായിട്ട് പറയുന്നേക്കൂ, പോലീസും വന്നിട്ടുണ്ട്, പോലീസും ഇടപെട്ടിട്ടുണ്ട്, പോലീസും തടയലും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗവും ഈ പറയുന്ന അറ്റാക്കും കണ്ണിനും പുരികത്തിനും പരിക്കു പറ്റുന്ന രീതിയിൽ പോലീസ് മർദ്ദനവും ഉണ്ടായിട്ടില്ല. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 2ാം ദിവസം നടക്കണമെങ്കിൽ പോലീസിൽ ഗൂഢാലോചന ഇട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ ട്രാൻസ്ഫർ ഓർഡർ ഒക്കെ കിട്ടിയ ഏതെങ്കിലും പോലീസുകാരാണോ എന്ന് സംശയിക്കണം. ഒരു മിനിറ്റ് പറയട്ടെ. ട്രാൻസ്ഫർ ഓർഡർ ഒക്കെ കിട്ടിയ ഏതെങ്കിലും പോലീസുകാരാണോ ഈ ഉത്തരവ് നൽകി? അന്വേഷിക്കുന്നുണ്ട് സാർ. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലല്ല, അത് അങ്ങയുടെ ഭാഗത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് അങ്ങ് കൺക്ലൂഡ് ചെയ്യണ്ട. ഡോക്ടർ അരുൺ, അങ്ങയുടെ കാര്യം കൺക്ലൂഡ് ചെയ്തോളൂ. ഞാൻ എന്റെ കാര്യം കൺക്ലൂഡ് അഭിപ്രായം പറഞ്ഞു. അങ്ങ് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഇവിടെ ചോദ്യോത്തര വേളയല്ല. ഞാൻ അഭിപ്രായം പറഞ്ഞു. ഞാൻ വാർത്ത വായിക്കുമ്പോൾ അങ്ങ് അഭിപ്രായം ശരിയെന്ന് ഇതാണ്. കഴിഞ്ഞ 5 വർഷം പാലിയത്തുകാവിൽ LDF സർക്കാർ ഒരു നടപടി എടുത്തില്ല എന്ന് പറഞ്ഞു. LDF സർക്കാർ ഈ 19.9 ഏക്കർ സിവിൽ കേസാണ്, ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് മാത്രമേ പറഞ്ഞു, ഇടപെടാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്.
2024 സർവേക്ക് ഉത്തരവിട്ട് 2025 കളക്ടറേറ്റിന്റെ ഒച്ചയിടാനല്ല സർവേക്ക് ഉത്തരവിട്ടോ ഇല്ലയോ കുറ്റബോധം കൊണ്ട് വിളിച്ചങ്ങ് പറയാണ് പച്ചക്കള്ളം പറയാണ് സ്മൃതി. 2024 സർവേക്ക് ഉത്തരവിട്ടോ 2024 സർവേക്ക് ഉത്തരവിട്ടു 2024 സർവേക്ക് ഉത്തരവിട്ടോ പിന്നെന്താ ഈ സ്മൃതി കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞു എന്ന് തന്നെ പറയും. 2024 സർവേക്ക് ഉത്തരവിട്ടോ LDF സർക്കാർ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടോ, അങ്ങനെ ചെവി ഒട്ടയടിച്ച് അങ്ങനെ CPM വാദം മാത്രം പറയണ്ട. ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് കോൺഗ്രസ് വാദമാണ്. അങ്ങ് പറയുന്നത് കോൺഗ്രസ് വാദമാണ്. ഞാൻ പറയുന്നത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. വിശ്വസിച്ച് അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഞാൻ പറയും. സ്മൃതി പറയൂ. നോക്കൂ, 26 ഈ നോട്ടീസ് കയ്യിലിരിക്കവെയാണോ സ്മൃതി കള്ളം പറഞ്ഞത്? കള്ളം പറയുന്ന നോട്ടീസ് എന്തിനാ? നോട്ടീസ് ആരിറക്കി? ഒരു മിനിറ്റ് സാർ, സർവേക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാണിത്. ഇതല്ലാതെ എന്താ ചെയ്യാൻ പറ്റിയ അവിടെ? അങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യേണ്ട. പറയൂ. ഒരു മിനിറ്റ്. റീസർവേ നടത്തുന്നു പറയുന്നു. ഈ ഭൂമി ഈ വ്യക്തിയുടേതാണെന്ന് കോടതി ഇന്ന് പോലും ഹൈക്കോടതി ഉത്തരവിട്ടു. ആ സിവിൽ കേസ് ആ ഭൂമിയുടെ മാത്രമല്ല, അവിടെയുള്ള 19.9 ഏക്കർ മുഴുവൻ ഭൂമിയുടേതുമാണ്. വിഷയമാണ് പറയുന്നത്. ഈ വിഷയം സോൾവ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? നോക്കൂ, ഈ കുന്നത്തുനാട് താലൂക്കിലെ വാഴക്കുളം വില്ലേജിലെ 19.9 ഏക്കർ വരുന്ന പ്രദേശത്തിന്റെ ഭാഗമാണ് ഈ 2.5 ഏക്കർ ഈ വിവാദ ഭൂമി. കേൾക്കൂ, അങ്ങനല്ല സ്മൃതിക്ക് ഒന്നുകിൽ അതിന്റെ ചരിത്രം അറിയില്ല. 1975 മുമ്പ് ഈ ഭൂമി ആരുടെ പക്കലായിരുന്നു എന്നറിയാമോ? ഈ കാളുകുറുമ്പന്റെ അവകാശികളുടെ ഭാഗത്തായിരുന്നു. അന്ന് ശങ്കരൻ നായർ എന്ന് പറയുന്ന ഇപ്പോഴും വിജയിച്ചു നിൽക്കുന്ന ആളുടെ പിൻതലമുറക്കാർ അന്ന് തോറ്റുപോയിരുന്നു കേസിൽ. പിന്നീട് എപ്പോഴാണ് അവർ വിജയിച്ചു തുടങ്ങുന്നത്? നോക്കൂ, 1921 മുതൽ ഈ കാളുകുറുമ്പന്റെ പിൻഗാമികളായിട്ടുള്ള 8 കുടുംബങ്ങൾക്ക് ആ ഭൂമിയിൽ പൊസഷൻ ഉണ്ടായിരുന്നു. സമയത്ത് പറയാൻ വെച്ചതാണ്, പക്ഷെ ഞാൻ ഇടവേള എടുക്കാൻ തന്നെ ഞാനത് പറയാ. ആ സമയത്ത് ചരിത്രം 1921 മുതൽ 1980 വരെ ഈ വിഷയത്തിൽ സ്മൃതി ഒന്ന് പറയാൻ അനുവദിക്കൂ. 1980 വരെ ഈ ഭൂമിയിൽ കാളുകുറുമ്പന്റെ പിൻഗാമികൾക്കായിരുന്നു അവകാശം. പിന്നീട് ശങ്കരൻ നായർ തന്റെ പേരിൽ കൃത്രിമരേഖയുണ്ടാക്കി എന്നാണ് ആരോപണം. അതിനുശേഷമാണ് തുടർച്ചയായി ആ കേസ് വിജയിക്കുന്നത്. അത് മുനിസിപ്പൽ കോടതി ഇപ്പോ സുപ്രീം കോടതിയിൽ വിധി നടപ്പാക്കാൻ പോകുന്നു. കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം. ഒന്നാമത്, സ്വകാര്യ വ്യക്തി പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്ത കേസും അതിന്മേലുണ്ടായ വിധിയുമാണ് തർക്കത്തിന് ആധാരം. അതുവരെ തർക്കമില്ല. ഈ മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്താണല്ലോ തർക്കത്തിന് ആധാരം. ഈ കേസിൽ ഞങ്ങൾ കക്ഷികളല്ല, അതിനാൽ വിധി ഞങ്ങൾക്ക് ബാധകമല്ല എന്നാണ് ഈ പറയുന്ന കുടുംബങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ നിയമപരമായി ഈ വാദത്തെ മറികടക്കാനാണ് കോടതികൾ ഈ പ്രാതിനിധ്യ സിദ്ധാന്തം ഉപയോഗിച്ചത്. മുൻഗാമികൾ കക്ഷികളായിരുന്നു, അതുകൊണ്ട് നിങ്ങളും കക്ഷികളാണെന്ന് മുനിസിപ്പൽ കോടതി പറഞ്ഞു. കോടതി കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന ഈ ഭൂപതിവ് നിയമം, ഭൂപരിഷ്കരണ നിയമം എന്നിവ പ്രകാരമുള്ള വ്യവസ്ഥകളും ഇവിടെ പരിശോധിക്കപ്പെട്ടു. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം ലഭിക്കാൻ അർഹതയുണ്ടോ എന്നതും സ്വകാര്യ വ്യക്തിയുടെ രജിസ്റ്റർ ചെയ്ത ആധാരമുള്ള വസ്തുവിനെ സർക്കാർ പുറമ്പോക്കൊക്കെ കണക്കാക്കാൻ കഴിയുമോ എന്നതുമായിരുന്നു കോടതികൾക്ക് മുന്നിലെത്തിയ പ്രധാനപ്പെട്ട തർക്ക വിഷയം. അങ്ങീ പറയുന്ന കാര്യങ്ങൾ തർക്ക വിഷയമായി കോടതിക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. ഈ ഭൂമി തന്റേതാണെന്ന് തെളിയിക്കാനുള്ള വ്യക്തവും നിയമപരമായി നിൽക്കുന്നതുമായ രേഖകൾ സ്വകാര്യ വ്യക്തിയുടെ കൈവശമുണ്ട്. ഈ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന രജിസ്റ്റർ ചെയ്ത കൃത്യമായ പ്രമാണങ്ങളിലൂടെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 123 അനുസരിച്ച് നിയമപരമായി രജിസ്റ്റർ ചെയ്ത ആധാരങ്ങൾ ഈ വ്യക്തിയുടെ പക്കലുണ്ട്. ഒരു സ്വത്ത് കൈമാറ്റം നിയമപരമാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വ്യവസ്ഥ ഈ പ്രമാണങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോടതി ഉത്തരവുകളെല്ലാം സുപ്രീം കോടതി മുതൽ ഇപ്പോൾ ഇതാ ഹൈക്കോടതി
അതിനെന്ന് പറയണ്ട, ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. സ്വകാര്യ വ്യക്തിക്കൊപ്പമാണ് ഈ പറയുന്നത് സിവിൽ കേസാണ്. സർക്കാരിന് ഇടപെടുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി എടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. ഈ 14 തവണയും വന്ന് കൈകട്ടി അവിടെ ഇങ്ങനെ തടയുകയല്ല ചെയ്യേണ്ടത്. അതിലപ്പുറമുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ സമരം ചെയ്യാമല്ലോ, ഭൂമിയിലേക്ക് പോകാമല്ലോ. ഡീറ്റെയിൽസ് അല്ലേ? അല്ല, ഒരു മിനിറ്റ്, കേസിന്റെ ഡീറ്റെയിൽസ് ആണ് അങ്ങും പറഞ്ഞത്. തർക്കമുണ്ടാകുമ്പോൾ പറഞ്ഞാൽ മതി. തർക്കത്തിന്റെ കാര്യമാണ് പറയേണ്ടത്. പരിഹരിക്കണമെങ്കിൽ അവർക്ക് പുനരധിവാസമാണ് നടപ്പാക്കേണ്ടത്. കുടുംബം ആഗ്രഹിക്കാതെ ആ ഭൂമി അവർക്ക് കിട്ടില്ല. വിട്ടുകൊടുക്കാനല്ല എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചത്. ശങ്കരനാർക്ക് വിട്ടുകൊടുക്കാനല്ലെങ്കിൽ അന്ന് എന്താണ് നടപടി എടുക്കാതെ? അന്ന് ഇവർക്ക് അന്ന് ഇവരോട് ഈ ഉറപ്പൊന്നും നൽകിയിരുന്നല്ലോ. അന്ന് വന്ന് ഉറപ്പിന്റെ പുറത്ത് ഒരു സമരവും നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല. എന്താ ഒരു സമരം കാണാഞ്ഞത്? നിങ്ങളിപ്പോ സമരം നടത്തുന്ന CPM ആണ് ഇപ്പൊ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തിയാണ് 2022 കേസ്. വളരെ ലോജിക് അപ്ലൈ ചെയ്ത ഏത് കുറച്ച് അല്പബുദ്ധി ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. 2022 മുതലുള്ള സംഭവത്തിൽ ഈ സർക്കാർ ഇറങ്ങി അടുത്ത മാസം തുടൽ അന്യായം അങ്ങ് കാണുകയാണ്. അതുവരെ എല്ലാം ന്യായമായിട്ടായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് അന്യായം സംഭവിക്കുകയാണ്. നിങ്ങൾ സമരം നടത്തൂ, അവിടെ ഇരുന്ന് ദളിത് ആക്ടിവിസ്റ്റുകളെ തടയൂ, എന്നിട്ട് ബാക്കിയുള്ളവരെ നൽകിയിട്ട് അത് ചോദ്യം ചെയ്യാം. അല്ലാതെ ഇപ്പോൾ പോലീസ് ആക്ഷൻ വന്നപ്പോൾ ആ പോലീസ് ആക്ഷനെ തടഞ്ഞത് CPM-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. പക്ഷേ ഭരിച്ചത് സർക്കാർ ആയതുകൊണ്ട് തന്നെ, LDF സർക്കാർ ആയതുകൊണ്ട് തന്നെ പരീത്തുകാവിലെ ജനങ്ങളെ പോലീസ് ആ രീതിയിൽ മർദ്ദിക്കുകയോ അതിക്രമത്തിനിരയാക്കുകയോ ചെയ്തില്ല. സർക്കാർ മാറി, വളരെ പെട്ടെന്ന് പോലീസ് ആക്ഷൻ ഉണ്ടാവുന്നു. ഗൂഢാലയം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. പക്ഷേ LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ തെളിവായി ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ റീസർവേയുടെ ഭാഗമായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന നോട്ടീസാണ്. കളക്ടർ തന്നെ 2024, 25, 26 ഈ മുഴുവൻ ഭൂമിയുടെയും റീസർവേ ചെയ്ത് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റൂ. പക്ഷേ അതിന് അവിടെയുള്ള ചില ആളുകൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നാണ് ഞാൻ പറയാൻ വന്നത്.